മുടി ജട കളയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പല്ലകൽച്ചുള്ള ചീർപ്പ് കൊണ്ട് മാത്രം നിങ്ങൾ മുടി ജട കളയുക. കൂടാതെ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഹെയർ പാക്കുകൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹെയർ ഡ്രൈ ആക്കുന്ന ഹെയർ കെയറുകൾ നമ്മൾ ചെയ്യാതിരിക്കുക. അതുകൂടാതെ അമിതമായിട്ട് അഴുക്കും ചളിയൊക്കെ പിടിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പൺ ഹെയർ സ്റ്റൈൽ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. ഇത്രയും നേരം നമ്മൾ ഹെയർ ഡ്രൈ ആവുന്നതിന്റെ കാരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മുടെ ഹെയർ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും ഡ്രൈ ആകാതിരിക്കാനും നല്ല മൃദുത്വം നിലനിർത്താനുള്ള നല്ലൊരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു തണ്ട് കറ്റാവാഴ, 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്. കറ്റാവാഴയുടെ ജെല്ലെടുത്ത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയുടെ ഒട്ടിലും മുടിയിലും അപ്ലൈ ചെയ്യുക. മൈൽഡായിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. ഇത് ആഴ്ചയിൽ സ്റ്റാർട്ടിങ്ങിൽ 2 തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് 1 തവണ മാത്രം ചെയ്താൽ മതി. നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ കയ്യിലുള്ള ആളുകൾക്ക് വൈറ്റമിൻ ഇക്ക് പകരം നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മുടിയിലെ നാച്ചുറൽ ആയിട്ടുള്ള ഹൈഡ്രേഷൻ നിലനിർത്താനും മുടിയുടെ സ്പിറ്റൻസ് മാറ്റാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് സിൽക്കി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ നിങ്ങളെ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുടിയുടെ ഹൈഡ്രേഷൻ നിലനിർത്താനും ജട പിടിക്കാതിരിക്കാനും ചളി പിടിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ചില പോയിന്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.